ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറന്റ് എനർജി എന്താണ്, നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, ഈ ഒരു ടൈമിൽ നിങ്ങളുടെ തോട്ട്സ് എന്താണ് എന്നൊക്കെയാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറന്റ് എനർജി കൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഇതിനകത്ത് പറയുന്ന പോസിറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ പറയട്ടെ, നിങ്ങളൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും ശ്രമിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതുപോലെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഈ ഒരു ടൈമിൽ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ കറന്റ് എനർജി എന്താണ്, നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ തോട്ട്സ് എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. എല്ലാവരും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. സെവൻ ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങൾ വളരെയധികം പ്രേ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തികളാണ്. ലൈഫിൽ ഒരു സക്സസ് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും എത്രയും വേഗം നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം വേണം എന്ന് ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ അത് എത്രയും വേഗം അതിനൊരു മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. പേജ് ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും എത്രയും വേഗം നിങ്ങൾക്ക് അതിനൊരു മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവും, സന്തോഷങ്ങൾ കടന്നു വരും, നിങ്ങളുടെ ഒരു പ്രോബ്ലംസും ഇഷ്യൂസും ഒക്കെ എത്രയും വേഗം സോൾവ് ആകും. അങ്ങനെയാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് തരുന്ന സന്ദേശം. യെസ്, 6 ഓഫ് വാണ്ട്സ് ആണ്. ഒരു വിജയത്തിന്റെ കാർഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പെൺകുട്ടി വളരെ സന്തോഷത്തോടുകൂടി കൈകൾ ഉയർത്തി നൃത്തം ചെയ്യുകയാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് തീർച്ചയായും നിങ്ങൾക്കൊരു ഫലം കാണാൻ ഉടനെ തന്നെ സാധിക്കും. ടെൻ ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നത് എത്രയും വേഗം നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയോടൊത്തുള്ള ഒരു സന്തോഷകരമായ ജീവിതമാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്. അങ്ങനെ സ്വപ്നം കാണുന്ന കുറേ ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ലൈഫ് മാറും. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ഉടനെ തന്നെ എത്തും. യൂണിവേഴ്സിന്റെ എല്ലാവിധ സപ്പോർട്ടും ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കൂടെ ഉണ്ട്. സൺ ഗാർഡ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം കടന്നു വരാൻ പോവുകയാണ് ഉടനെ തന്നെ. നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് പല കാര്യങ്ങളിൽ വിഷമിച്ചിരിക്കുന്ന വ്യക്തികളാണ്. കരിയർ ബേസ് ആയിട്ട്, അതുപോലെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാര്യങ്ങൾ ഉള്ളതായിട്ട്, അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ, അങ്ങനെ അത് നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം, ലവർ ആവാം, എന്തും ആകാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ മാറി നിൽക്കുന്ന ഒരു ടൈമാണിപ്പോൾ. അപ്പോൾ നിങ്ങൾ അതിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട്. പല വ്യക്തികളും ഇവിടെ ഒരുപാട് വേദനിച്ച് നിൽക്കുകയാണ്. ജോലി ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഉണ്ട് എങ്കിൽ പോലും മനസ്സുകൊണ്ട് ഒരുപാട് വേദനിക്കുന്ന അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. എത്രയും വേഗം ഇതിലൊരു മാറ്റങ്ങൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം കടന്നു വരികയാണ്. നിങ്ങൾക്ക് സന്തോഷം വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷമുള്ള ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ തന്നെ. നിങ്ങളുടെ ഈ ഒരു കഷ്ടപ്പാടുകളും വേദനകളും എല്ലാം ഈശ്വരൻ കണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചം അത് കണ്ടിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഇരുന്ന ഒരു സമയത്ത്, ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കോടീശ്വരനാവുക എന്നൊക്കെ പറയുന്നത് പോലെ, നിങ്ങൾ പോലും നനച്ചിരിക്കാത്ത ഒരു സമയത്ത് നിങ്ങളിലേക്ക് എന്തൊക്കെയോ ഒരു സന്തോഷം കടന്നു വരാൻ പോവുകയാണ്. നിങ്ങളുടെ വേദനകൾക്കെല്ലാം ഒരു അവസാനം വരാൻ പോകുന്നു, ഒരു അറുതി വരാൻ പോകുന്നു.
പേജ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഫിനാൻഷ്യൽ ലോസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയോ മറ്റാരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ കടം വാങ്ങിയ പണമോ ദ്രവ്യമോ എന്ത് തന്നെ ആയാലും ഉടനെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ കയ്യിലേക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം എത്രയും വേഗം തിരിച്ചെത്തും എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ക്യൂൻ ഓഫ് വാണ്ട്സ് ആണ്. വളരെ പെട്ടെന്ന് തന്നെയാണ് നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരാൻ പോകുന്നത്. നിങ്ങൾ സന്തോഷിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം വരാൻ പോവുകയാണ്. വളരെ വേഗത്തിൽ തന്നെയാണ് സന്തോഷം വരാൻ പോകുന്നത്. എന്തായാലും വിഷമിച്ച അത്രയും നാള് വിഷമിക്കേണ്ടി വരില്ല എന്നൊരു എനർജിയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഡെവിൾ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോയ ആളുകളായിരിക്കാം. സന്തോഷമായിട്ട് ജീവിച്ച ആളുകളായിരിക്കാം. എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി നിങ്ങൾ വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നതും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് വന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്, നിങ്ങളിൽ നിന്ന് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി അകന്നു പോയത്. അതിനെല്ലാം കാരണം എന്തോ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ ഒരു തേർഡ് പേഴ്സൺ ആവാം, വ്യക്തികളാകാം, സാഹചര്യങ്ങളാകാം. നിങ്ങൾക്ക് എന്തോ കണ്ണീർ കിട്ടുക എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ രീതിയിലുള്ള ഒരു കണ്ണീർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്നൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കടന്നു പോയി നിങ്ങൾ ഇത്രയും ഒരു ദുഃഖത്തിലേക്ക് പോകാനുള്ള കാരണം അതാണ്. പേജ് ഓഫ് സോൾസിന്റെ എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം നിങ്ങൾ തന്നെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്തുകൊണ്ടാണ് നിങ്ങളിൽ ചിലർക്കെങ്കിലും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അത് വ്യക്തികളാണെങ്കിൽ അത് ആരൊക്കെയാണെന്ന് പോലും നിങ്ങൾ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു കാര്യം തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു നെഗറ്റീവ് കാര്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് പതുക്കെ പതുക്കെ വിട്ട് പോകാൻ തുടങ്ങും. നിങ്ങളിപ്പോൾ അത് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ആരൊക്കെയാണ് നിങ്ങളെ ഉപദ്രവിച്ചത്, ആരൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു വില്ലനായിട്ട് അല്ലെങ്കിൽ വില്ലത്തിയായിട്ട് വന്നത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇനി മുന്നോട്ട് പോവുക. അടുപ്പിക്കേണ്ട ആൾക്കാരെ മാത്രം അടുപ്പിച്ചിട്ട് അടുപ്പിക്കേണ്ടാത്ത ആൾക്കാരെ മാറ്റി നിർത്താൻ തന്നെ നിങ്ങൾ പഠിക്കണം ഈ ഒരു സമയത്ത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് ലവേഴ്സ് കാർഡ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പാർട്ട്ണർ തിരിച്ചു വരും. നിങ്ങൾ ഒന്നാകും. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തന്നെ തുടങ്ങും എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആളുകളെ മനസ്സിലാക്കി പെരുമാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ ആയിരിക്കും അവർ നമ്മളെ ഉപദ്രവിക്കുന്നത്. അത് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ അകറ്റി തന്നെ നിർത്തുക. അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാകും. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ വീണ്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെയുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ദ ഹൈ പ്രീസ്റ്റസിന്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ദൈവാനുഗ്രഹമുള്ള വ്യക്തികൾ തന്നെയാണ്. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാവിധ സന്തോഷങ്ങളും ഉടനെ തന്നെ വന്നെത്തും എന്നാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങളുടെ വ്യക്തിയുടെ കറന്റ് എനർജി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അവർ ഈ ഒരു ടൈമിൽ എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ പേഴ്സൺ ഈ ഒരു ടൈമിൽ അവർ ചിന്തിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് മാറി നിന്ന ഒരു ടൈമിലാണ് അവരിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് ഇപ്പൊ നിങ്ങളെ കുറിച്ചിട്ടാണ്. അവർക്ക് പല രീതിയിലുള്ള അവസരങ്ങൾ വന്നിട്ടും അതിലേക്കൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെയാണ് ഈ ഒരു ടൈമിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ അകന്നിരുന്നിട്ടാണെങ്കിലും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരുടെ മൈൻഡിലെല്ലാം നിങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത് ഈ ഒരു ടൈമിൽ. നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് തരണമെന്നാണ് ആ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് തരണം എന്നവർ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്.
ഡെത്ത് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചില വ്യക്തികളുടെ ലൈഫിൽ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒരു പക്ഷെ അവസാനിച്ച് പോയതായിരിക്കാം. പക്ഷെ അവിടെ നിന്നും ഒരു റീബർത്ത് വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും സെയിം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു റീബർത്ത് വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ബന്ധത്തിൽ ഒരു റീബർത്ത് വേണം, അത് മുന്നോട്ട് പോകണം എന്നവരും ചിന്തിക്കുന്നുണ്ട്. ദ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. വേൾഡ് കാർഡ് എന്ന് വെച്ചാൽ ഒരു കംപ്ലീഷൻ കാർഡാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ആഗ്രഹിക്കുന്ന കാര്യം ഒരേപോലെയാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ സാധിക്കും എന്നാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വേൾഡ് കാർഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോൾ അടുത്ത കാർഡ് എടുക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി. ദ ഹെർമിറ്റ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ആ പേഴ്സൺ അവരെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉള്ളിലേക്ക് തന്നെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പല രീതിയിലുള്ള തിരിച്ചറിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു സമയത്ത് ഏഞ്ചൽസിന് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജസ് എന്താണെന്ന് കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങളോട് ഏഞ്ചൽസിന് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളോട് ഏഞ്ചൽസിന് എന്ത് മെസ്സേജസ് ആണ് പാസ് ചെയ്യാനുള്ളതെന്ന്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരു കമ്മ്യൂണിക്കേറ്റ് ഇഷ്യൂസ് നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ അതിനെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് ഏഞ്ചൽസ് നമ്മളോട് പറയുന്നത്. റൊമാൻസ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ. നമുക്കിവിടെ ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്. ഇപ്പൊ ഏഞ്ചൽ മെസ്സേജിൽ നമുക്ക് റൊമാൻസ് എന്നുള്ള കാർഡും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു റൊമാൻസ് സക്സസ് ആവും. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിക്കും. ഇത് ഏഞ്ചൽസ് ആണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക എന്നാണ് ഏഞ്ചൽസ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. ഹെൽപ്ഫുൾ പീപ്പിൾ എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകൾ വരും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഒരുപാട് ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും ഈ ഒരു സമയത്ത് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ഒരുപാട് നന്ദി.